അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോൺസെപ്റ്റാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, അലൈംഗിക പ്രത്യുൽപാദനം. അതായത് ലിംഗകോശങ്ങളുടെ സഹായമില്ലാതെ നടക്കുന്ന പ്രത്യുൽപാദനം. നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, കായിക പ്രജനനം എന്നൊക്കെ കേൾക്കില്ല, അതെല്ലാം അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുമ്പോഴും നമ്മൾ ഈ വ്യത്യാസങ്ങൾ തന്നെയാണ് എഴുതാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകതകൾ? അപ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? റീപ്രൊഡക്ഷൻ വിത്തൗട്ട് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് സെക്സ് ഓർഗൻസ്. റീപ്രൊഡക്ഷൻ വിത്തൗട്ട് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് സെക്സ് ഓർഗൻസ്. അപ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകതകൾ നോക്കൂ. ഒന്ന്, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് യൂണിപാരൻ്റൽ. യൂണിപാരൻ്റൽ എന്ന് വെച്ചാൽ ഒരു പാരൻറ്റ് മാത്രമേ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. ഒരേ ഒരു പാരൻറ്റ് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. രണ്ടോ, നോ ഗാമിറ്റോജനസിസ്. എന്താണ് ഗാമിറ്റോജനസിസ്? ഗാമീറ്റ് ഫോർമേഷൻ. ഇപ്പോൾ മെയിൽ ഗാമീറ്റ്, ഫീമെയിൽ ഗാമീറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഗാമീറ്റ് ഫോർമേഷൻ ഇല്ല. നോ ഗാമീറ്റ് ഫോർമേഷൻ, നോ ഗാമിറ്റോജനസിസ്. അടുത്തെന്താ പറഞ്ഞേ? നോ സിൻഗമി. സിൻഗമി മീൻസ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷനും ഇല്ല. അപ്പോൾ യൂണിപാരൻ്റലാണ്, നോ ഗാമിറ്റോജനസിസ്, നോ സിൻഗമി. ഇനി അടുത്ത പ്രത്യേകത എന്താ? ഇതാണ് ഏറ്റവും പ്രധാനം. പ്രോജനീസ് ആർ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദെയർ പാരൻസ്. സന്തതികൾ മാതാപിതാക്കളോട് ബാഹ്യമായും ജനിതകപരമായും സമാനതകളുള്ളവരായിരിക്കും. അതുപോലെ ആയിരിക്കും, ഐഡൻറ്റിക്കൽ, എക്സാക്റ്റ് ഫോട്ടോകോപ്പി ആയിരിക്കും. ആര്? പ്രോജനീസ്. ആരുടെ? പാരൻസുമായിട്ട്. അങ്ങനെയുള്ള പ്രോജനീസിനെ നമ്മളൊരു പേര് വിളിക്കും, ക്ലോൺസ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് ക്ലോൺസ്? ക്ലോൺസ് ആർ പ്രോജനീസ് വിച്ച് ആർ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദെയർ പാരൻസ്. മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദെയർ പാരൻസ്. അടുത്ത പോയിന്റ് എന്താണ്? നോ ചാൻസ് ഓഫ് വേരിയേഷൻ. വ്യതിയാനങ്ങൾക്ക് യാതൊരു സാധ്യതയില്ല. കാരണം ലിംഗകോശങ്ങളുടെ കൂടിച്ചേരലില്ലല്ലോ. അപ്പോൾ വ്യതിയാനങ്ങൾക്ക് യാതൊരു സാധ്യതയില്ല. സന്തതികൾ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ പോലിരിക്കും. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? മാതാവ് പിതാവ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒന്നല്ലേ ഉള്ളൂ, ഒരു പാരൻ്റ് അല്ലേ ഉള്ളൂ. ഇനി അടുത്തത് നോ റോൾ ഇൻ എവല്യൂഷൻ. പരിണാമം നടക്കണമെങ്കിൽ വേരിയേഷൻ വേണ്ടേ? അപ്പോൾ ഇതിന് പരിണാമത്തിലും യാതൊരു സ്ഥാനവുമില്ല. നോ റോൾ ഇൻ എവല്യൂഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ? ഇറ്റ് ഈസ് യൂണിപാരൻ്റൽ, നോ ഗെമിറ്റോജനസിസ്, no syngamy, progenies are morphologically and genetically identical to their parents. These are known as clones. No chances of variation and no role in evolution. ഇത്രയും മനസ്സിലായല്ലോ അസെക്ഷുവൽ റീപ്രൊഡക്ഷനെ സംബന്ധിച്ച്. അസെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ചുള്ള ജനറൽ കൺസെപ്റ്റിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ സ്മാളർ ഓർഗാനിസംസ്. ചെറിയ ജീവികളിൽ എങ്ങനെയൊക്കെയാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? ചെറിയ ജീവികൾ, സ്മോൾ ഓർഗാനിസംസ്, അപ്പോൾ മൈക്രോ ഓർഗാനിസംസ്, അതുപോലെ തന്നെ ഫംഗസുകൾ, അതിലൊക്കെ എങ്ങനെയാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? അതിന് പല മെത്തേഡുകളുണ്ട്, നിങ്ങൾക്ക് അറിയാം. എങ്കിലും അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ബൈനറി ഫിഷൻ എന്ന് പറയും. മലയാളത്തിൽ ദ്വിവിഭജനം എന്ന് പറയും, ബൈനറി ഫിഷൻ. ഇതിന് എമൈറ്റോസിസ് എന്നും പറയും. എമൈറ്റോസിസ്, AMITOSIS. എമൈറ്റോസിസ് എന്ന് പറയുന്നത് മൈറ്റോസിസ് അല്ല. മൈറ്റോസിസിന് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ചില സ്റ്റേജസ് ഒക്കെ ഉണ്ട്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, ഇങ്ങനെ സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞിട്ട് നടക്കുന്ന നോർമൽ സെൽ ഡിവിഷനെയാണ് എന്ത് വിളിക്കുന്നത്? മൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. ഇത് മൈറ്റോസിസ് അല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അതിന് നമ്മൾ പറയും എമൈറ്റോസിസ് ഓർ ബൈനറി ഫിഷൻ. അപ്പോൾ ഈ ബൈനറി ഫിഷൻ എങ്ങനെയാണ്? അത് ഈ പടം കാണുമ്പോൾ തന്നെ, അപ്പോൾ ഇതാണ് അമീബയുടെ കാര്യമാണ്. സോ ദിസ് ഈസ് ദി മദർ സെൽ. അപ്പോൾ ആദ്യം മദർ സെൽ എൻലാർജ് ചെയ്തിട്ട് അതിൻ്റെ ന്യൂക്ലിയസ് രണ്ടാവും. ന്യൂക്ലിയസ് രണ്ടായിട്ട് ചെറിയ ഡിപ്രഷൻ രണ്ട് വശത്തും, കൺസ്ട്രിക്ഷൻ എന്ന് പറയും, രണ്ട് വശത്ത് രണ്ട് കൺസ്ട്രിക്ഷൻ രൂപപ്പെടും. ഈ കൺസ്ട്രിക്ഷൻ നടുക്കായിട്ട് വളർന്ന് തമ്മിൽ ടച്ച് ചെയ്ത് രണ്ട് ഡോട്ടർ സെല്ലായിട്ട് മാറും. അപ്പോൾ ഒരു മദർ സെല്ല്, ന്യൂക്ലിയർ ഡിവിഷൻ, സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ, രണ്ടും പെട്ടെന്ന് നടക്കും. ആദ്യം ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും, പിന്നെ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടക്കും. അത് കഴിഞ്ഞ് രണ്ട് മദർ സെല്ലായിട്ട് മാറും. ഈ പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്ന പേര്? ബൈനറി ഫിഷൻ. ഇപ്പോൾ സ്മാളർ ഓർഗാനിസത്തിൽ നടക്കുന്ന ഒന്നാമത്തെ ടൈപ്പ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ബൈനറി ഫിഷൻ. അത് കാണിക്കുന്ന ജീവികൾക്ക് എക്സാമ്പിൾ ബാക്ടീരിയ ഉണ്ട്, അമീബ ഉണ്ട്, പാരമീസിയം, യൂഗ്ലീന, അങ്ങനെ ഒരുപാട് പ്രോട്ടിസ്റ്റുകൾ മിക്കതും ഈ ടൈപ്പിലാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഒന്നാമത്തെ അസെക്ഷുവൽ റീപ്രൊഡക്ഷനാണ് ബൈനറി ഫിഷൻ. രണ്ടാമത്തെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ബഡ്ഡിങ്, BUDDING, ബഡ് ഉണ്ടാവും, എല്ലാവർക്കും അറിയാം അല്ലേ ബഡ്ഡിങ് എന്ന് പറയുന്നത്.
അപ്പോൾ ബഡ്ഡിങ് 2 ടൈപ്പ് ഉണ്ടേ, എപ്പോഴും ഓർമ്മിച്ചോണം. 2 തരം ബഡ്ഡിങ് ഉണ്ട്. ഒന്ന് എക്സോജീനസ് ബഡ്ഡിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ബഡ്സ് ഔട്ട്സൈഡ് ദ ബോഡി, ജീവിയുടെ ശരീരത്തിൻ്റെ പുറത്താണ് ബഡ്ഡുകൾ ഫോം ചെയ്യുന്നത്. ഒരു സ്മോൾ ബഡ് ഫോം ചെയ്തിട്ട് ആ ബഡ് ഡിറ്റാച്ച് ചെയ്ത് ഒരു ഓർഗാനിസമായിട്ട് മാറും. അപ്പോൾ അതിന് ഒരുപാട് എക്സാമ്പിളുകളൊന്നുമില്ല, വളരെ കുറച്ച് എക്സാമ്പിളുകളേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ഫംഗസാണ് ഈസ്റ്റ് എന്ന് പറയുന്ന ഫംഗസ്. അപ്പോൾ ഈസ്റ്റ് എന്ന് പറയുന്ന ഫംഗസ്. തുടക്കത്തിൽ തന്നെ അതിൻ്റെ ചെറിയ മുകുളം ഇങ്ങനെ വരും. മലയാളത്തിൽ മുകുളനം എന്നാണ് ബഡ്ഡിങ്ങിന് പറയുന്നത്. അപ്പോൾ ഈ മുകുളം വന്നിട്ട് കണ്ടോ, മുകുളം വലുതായി ബഡായിട്ട് ഫോം ചെയ്ത് പുതിയ ഒരു ഓർഗാനിസമായിട്ട് മാറും, പുതിയൊരു ഈസ്റ്റായിട്ട് മാറും. അപ്പോൾ ഈസ്റ്റ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഫംഗസ് ആണ്. അപ്പോൾ യൂണിസെല്ലുലാർ ഫംഗസ് ആയിട്ടുള്ള ഈസ്റ്റ് എന്ത് ചെയ്യും? ബഡ്ഡിങ് വഴിയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഈ ബഡിനെ എന്ത് പറയും? എക്സോജീനസ് ബഡ്സ് എന്ന് പറയും, ബോഡിക്ക് പുറത്തു വരുന്നത്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് ഹൈഡ്ര എന്ന് പറയുന്നത്. ഹൈഡ്ര എല്ലാവർക്കും അറിയാം, നമ്മൾ സീലൻഡ്രേറ്റയിൽ പഠിക്കുന്ന, നിഡേറിയയിൽ പഠിക്കുന്ന ഒരു സ്മോളർ ഓർഗാനിസമാണ് ഹൈഡ്ര എന്ന് പറയുന്നത്. ഹൈഡ്രയ്ക്ക് ഇതുപോലെ അതിൻ്റെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ബഡ് ഫോം ചെയ്യും. ആ ബഡിൽ നിന്നും പുതിയ ഹൈഡ്ര ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ബഡ്ഡിംഗ് ആണ്. ബഡ്ഡിങ്ങിലെ ഒരു ടൈപ്പാണ് പറഞ്ഞത്. ആ ടൈപ്പിനെ നമ്മൾ എന്ത് പറയും? എക്സോജീനസ് ബഡ്ഡിംഗ് എന്ന് പറയും. ദാറ്റ് മീൻസ് ബഡ് വിച്ച് ഈസ് ഫോംഡ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ദി ഓർഗാനിസം. അപ്പോൾ ബഡ്ഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ബഡ്ഡിങ് എക്സോജീനസ്, ദാറ്റ് മീൻസ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ദി ഓർഗാനിസം ആണെങ്കിൽ, രണ്ടാമത്തെ ബഡ്ഡിങ് എന്തായിരിക്കും? എൻഡോജീനസ് ബഡ്ഡിങ് ആയിരിക്കും. ദാറ്റ് ഈസ് ബഡ്സ് ആർ ഫോംഡ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദി ഓർഗാനിസം. എൻഡോജീനസ്, എൻഡോ ഉള്ളിൽ, ജീനസ് ജനിക്കുന്നത്, ഉള്ളിൽ ജനിക്കുന്ന ബഡ്. അപ്പോൾ ഈ ഉള്ളിൽ ജനിക്കുന്ന ബഡുകളെ നമ്മൾ എന്ത് വിളിക്കും? ദീസ് ബഡ്സ് ആർ കാൾഡ് ജെമ്യൂൾസ് എന്ന് വിളിക്കും. ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിക്കുള്ളിൽ ഉണ്ടാകുന്ന ഡെവലപ്പ് ചെയ്യുന്ന ബഡുകളെ ജെമ്യൂൾസ് എന്ന് വിളിക്കും. ഈ ജെമ്യൂൾസ് ഇങ്ങനെ ഇരിക്കും, സ്ഫെറിക്കൽ സ്ട്രക്ചേഴ്സാണ്, മൾട്ടി സെല്ലുലാർ സ്ട്രക്ചേഴ്സാണ്. ഇത് ഈ ഓർഗാനിസത്തിൻ്റെ ബോഡിക്കകത്ത് ഫോം ചെയ്തിട്ട് അതിങ്ങനെ റിലീസ് ചെയ്യും, പുറത്തേക്ക് റിലീസ് ചെയ്ത് അതിൽ നിന്നും പുതിയ ജീവി ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ കണ്ടല്ലോ, സ്പോഞ്ചസ് ആണ് എക്സാമ്പിൾ. സ്പോഞ്ചസ് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ വർഷം ഫസ്റ്റ് ഇയർ നമ്മൾ +1 പഠിക്കുന്നതാണ് സ്പോഞ്ചസ്. സുവോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ പോറിഫെറ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ഓർഗാനിസംസ് ആണ് വെള്ളത്തിൽ കാണപ്പെടുന്ന സ്പോഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പോഞ്ചസ് എങ്ങനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്? സ്പോഞ്ചസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത് എൻഡോജീനസ് ബഡ്ഡിങ്ങിലൂടെയാണ്. ആ എൻഡോജീനസ് ബഡുകളെ എന്ത് വിളിക്കും? ജെമ്യൂൾസ് എന്ന് വിളിക്കും. ജെമ്യൂൾസ്. മൂന്നാമത്തെ മെത്തേഡാണ് മൾട്ടിപ്പിൾ ഫിഷൻ. നമ്മൾ ബൈനറി ഫിഷൻ പറഞ്ഞത് നമ്മൾ ബാക്ടീരിയയിലൊക്കെ കണ്ടില്ലേ, അതുപോലെ മറ്റൊരുന്നാണ് മൾട്ടിപ്പിൾ ഫിഷൻ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇത് മദർ സെല്ലിനകത്ത് സൈറ്റോപ്ലാസം പല സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഇത് ഒരുപാട് യൂണിറ്റുകളായിട്ട് മാറിയിട്ട് ആ യൂണിറ്റുകളെല്ലാം റിലീസ് ചെയ്യും. ഈ ടൈപ്പ് ഫിഷനാണ്, സൈറ്റോപ്ലാസത്തിൻ്റെ ഫിഷനാണ്. അപ്പോൾ ഈ ടൈപ്പ് ഫിഷനെ നമ്മൾ എന്ത് പറയും? മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയും. മറ്റേത് രണ്ടായിട്ട് മുറിയുമ്പോൾ ബൈനറി ഫിഷൻ. ഒരുപാട് സെഗ്മെൻറ്റുകളായിട്ട് മാറുമ്പോൾ അതിനെ പറയുന്ന പേര് മൾട്ടിപ്പിൾ ഫിഷൻ. സാധാരണയായിട്ട് കാണിക്കുന്നത് പ്ലാസ്മോഡിയം ആണ്. നിങ്ങൾക്കറിയാം, മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം മൾട്ടിപ്പിൾ ഫിഷൻ കാണിക്കും. പിന്നെ അമീബയും ചില സന്ദർഭങ്ങളിൽ മൾട്ടിപ്പിൾ ഫിഷൻ കാണിക്കാറുണ്ട്. അപ്പോൾ അടുത്ത ടൈപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് മൾട്ടിപ്പിൾ ഫിഷൻ. എക്സാമ്പിൾ പ്ലാസ്മോഡിയം, അമീബ. ഇനിയുള്ളത് എൻസിസ്റ്റേഷൻ ആൻഡ് സ്പോറിലേഷൻ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മെത്തേഡാണ് എൻസിസ്റ്റേഷൻ ആൻഡ് സ്പോറിലേഷൻ. ഇത് സാധാരണയായിട്ട് കാണിക്കുന്നത് അമീബയാണ്. അമീബ എപ്പോഴാണ്? ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻസ് ഈ അമീബ എന്ത് ചെയ്യും? അതിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ സെല്ലിന് ചുറ്റും ഒരു കട്ടിയുള്ളൊരു ആവരണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. ഈ ആവരണത്തിന് നമ്മൾ വിളിക്കുന്ന പേര് സിസ്റ്റ് എന്നാണ്. അപ്പോൾ ഈ സെല്ലിനെ ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന പേര് സിസ്റ്റ് എന്നാണ്. ഈ പ്രൊസീജിയറിനെ എന്ത് വിളിക്കും? എൻസിസ്റ്റേഷൻ. അപ്പോൾ വാട്ട് ഈസ് എൻസിസ്റ്റേഷൻ? ഫോർമേഷൻ ഓഫ് എ സിസ്റ്റ്. എങ്ങനെ? എ തിക്ക് വാൾ അറൗണ്ട് ഇറ്റ്. ദാറ്റ് തിക്ക് വാൾ പ്രൊട്ടക്റ്റ് ദ ഓർഗാനിസം ഫ്രം അൺഫേവറബിൾ ഹാബിറ്റാറ്റ്. നല്ല ചൂട്, അതുപോലെ തന്നെ ആസിഡിൻ്റെ പ്രസൻസ്, അങ്ങനെയുള്ള അൺഫേവറബിൾ ഹാബിറ്റാറ്റ്സ് വരുമ്പോഴത്തേക്ക് ആ സെല്ലിന് ചുറ്റും ഒരു സിസ്റ്റ് ഫോം ചെയ്യും. അതിനെ നമ്മൾ എന്ത് പറയും? എൻസിസ്റ്റേഷൻ എന്ന് പറയും. എന്നിട്ട് ഓൺ റിട്ടേൺ ഓഫ് ദ ഫേവറബിൾ കണ്ടീഷൻ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള കണ്ടന്റുകൾ മുഴുവനും ഡിവൈഡ് ചെയ്ത് നമ്മൾ ഇവിടത്തെ പോലെ ഒരുപാട് സ്പോറുകളായിട്ട് മാറ്റി റിലീസ് ചെയ്യും. ആ പ്രക്രിയ നമ്മൾ എന്ത് പറയും? സ്പോറിലേഷൻ. അപ്പോൾ എൻസിസ്റ്റേഷൻ അൺഫേവറബിൾ കണ്ടീഷനിലും സ്പോറിലേഷൻ ഫേവറബിൾ കണ്ടീഷനും രണ്ടും കൂടെ ചേർത്ത് പറയും എൻസിസ്റ്റേഷൻ ആൻഡ് സ്പോറിലേഷൻ. ഇത് സാറിനായിട്ട് കാണിക്കുന്ന ആരാണ്? അമീബയാണ് എൻസിസ്റ്റേഷൻ ആൻഡ് സ്പോറിലേഷൻ കാണിക്കുന്നത്. അടുത്തത്
സ്പോർ ഫോർമേഷനാണ്. സ്പോർ ഫോർമേഷൻ ഒരുപാട് ടൈപ്പ് സ്പോറുകളുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്താണ് സൂസ്പോർസ് എന്ന് പറയുന്നത്. സൂ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം അനിമൽ എന്നാണ്. അപ്പോൾ അനിമലിൻ്റെ നാച്ചുറൽ സ്പോർ, അനിമലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്താണ്? മോട്ടൈൽ, ചലിക്കാനുള്ള കഴിവ്. ഇപ്പോൾ ചലിക്കുന്ന തിൻവാൾഡ് സ്പോർസിനെയാണ് സൂസ്പോർസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ സൂസ്പോർ? തിൻവാൾഡ് മോട്ടൈൽ സ്പോർസ്. ഈ തിൻവാൾഡ് മോട്ടൈൽ സ്പോർസിനെ പറയുന്ന പേരാണ് സൂസ്പോർസ്. സൂസ്പോർസ് ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൽഗയാണ് ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസിന് പുറമെ മറ്റ് ചില ആൽഗകളും ചില ഫംഗസുകളും ഒക്കെ സൂസ്പോറിനെ ഉണ്ടാക്കും. പ്രധാനപ്പെട്ട പുസ്തകത്തിൽ തന്നിട്ടുള്ള എക്സാമ്പിൾ ക്ലാമിഡോമോണസ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നോക്കൂ, ഇതാണ് ക്ലാമിഡോമോണസിൻ്റെ ഒരു സെൽ എന്ന് പറയുന്നത്. ഈ സെല്ലിനകത്തുള്ള കണ്ടന്റ് ഇങ്ങനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നും ഓരോ സൂസ്പോറായിട്ട് മാറും. ഇതാണ് സൂസ്പോർസ് എന്ന് പറയുന്നത്. രണ്ടാമത് എപ്ലാനോസ്പോസ്. എന്താണ് എപ്ലാനോസ്പോസ്? നോൺ മോട്ടൈൽ തിൻവാൾഡ് സ്പോസ്. നോൺ മോട്ടൈൽ, ഇതുപോലെ ഇരിക്കുകയുള്ളൂ, ഇതുപോലെ ഇരിക്കില്ല, ഇതുപോലെ ഫ്ലജല്ല കാണില്ല, ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ നോൺ മോട്ടൈൽ ആയിട്ടുള്ള തിൻവാൾഡ് സ്പോസിനെ എന്ത് പറയും? എപ്ലാനോസ്പോസ്. പ്ലാനോ മീൻസ് ചലിക്കുന്നത്, എപ്ലാനോ മീൻസ് ചലിക്കാത്തത്. അപ്പോൾ ചലിക്കാത്ത സ്പോറുകളാണ് എപ്ലാനോസ്പോസ്. അതിന് എക്സാമ്പിൾ ആരാണ്? ആൽഗകൾ, ചില ആൽഗകൾ കാണിക്കും. മൂന്നാമത്തെ എന്താണ്? ഹിപ്നോസ്പോസ്. ഹിപ്നോസ്പോസ് എന്ന് വെച്ചാൽ നോൺ മോട്ടൈൽ തിക്ക് വാൾഡ് സ്പോസ് ആണ്. അപ്പോൾ ഇത് നോൺ മോട്ടൈൽ തിൻ വാൾഡ് സ്പോസ്, ഇത് നോൺ മോട്ടൈൽ തിക്ക് വാൾഡ് സ്പോസ്. ഇതും ആൽഗയാണ്. ഇത് എപ്പോഴായിരിക്കും ഉണ്ടാക്കുന്നത്? തിക്ക് വാൾഡ് സ്പോസ് ആയതുകൊണ്ട് ഇത് എപ്പോഴായിരിക്കും ഉണ്ടാക്കുന്നത്? അൺഫേവറബിൾ കണ്ടീഷനിലായിരിക്കും തിക്ക് വാൾഡ് സ്പോസ് ഉണ്ടാക്കുന്നത്. തിൻ വാൾഡ് സ്പോസ് നോർമൽ കണ്ടീഷനിലായിരിക്കും. അപ്പോൾ 3 തരം സ്പോറുകളെ കുറിച്ച് മനസ്സിലായല്ലോ. സൂസ്പോർസ്, എപ്ലാനോസ്പോർസ്, ഹിപ്നോസ്പോർസ്. ഇനിയും ഉണ്ട് സ്പോറുകൾ. അടുത്ത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോറാണ്. ആ സ്പോറിനെ പറയുന്ന പേരാണ് കൊനിഡിയ എന്ന് പറയുന്നത്. ആരാണ് കൊനിഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കൊനിഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ മോട്ടൈൽ എക്സോസ്പോർസ്. എക്സോസ്പോർസ് എന്ന് വെച്ചാൽ ബോഡിയുടെ പുറത്തുണ്ടാകുന്ന സ്പോർ, ഫംഗസിൻ്റെ ബോഡിയുടെ പുറത്തുണ്ടാകുന്ന ചില സ്പോർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫംജൈ. ചില ഫംഗസുകളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ റിലീസ് ചെയ്യുന്ന സ്പോറുകളെയാണ് പറയുന്ന പേര് കൊനിഡിയ. സിംഗുലർ കൊനിഡിയം, പ്ലൂറൽ കൊനിഡിയ. അപ്പോൾ അതിങ്ങനെ ചെയിൻ പോലെ കൊനിഡിയ ഉണ്ടായി. കൊനിഡിയ ഓരോ ഫംഗസിലും ഓരോ ഷേപ്പ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് പുസ്തകത്തിൽ തന്നിട്ടുള്ള എക്സാമ്പിൾ പെനിസിലിയം എന്ന് പറയുന്ന ഫംഗസാണ്. നിങ്ങൾക്കറിയാം പെനിസിലിൻ എന്ന് പറയുന്ന മരുന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് പെനിസിലിയം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്. പെനിസിലിയം, അലക്സാണ്ടർ ഫ്ലമിംഗ് പെനിസിലിയത്തിൽ നിന്നാണ് പെനിസിലിൻ എന്ന് പറയുന്ന മരുന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. നീല നിറത്തിലുള്ള ഒരു ഫംഗസാണ്. സാധാരണ നമ്മൾ റൊട്ടി അതുപോലുള്ള വേസ്റ്റസിലൊക്കെ പഴയ റൊട്ടികളും അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിലും ഒക്കെ വളരുന്ന നീല നിറത്തിലുള്ള ഒരു ഫംഗസാണ് പെനിസിലിയം എന്ന് പറയുന്നത്. അപ്പോൾ പെനിസിലിയത്തിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? കൊനിഡിയ ആണ്. പെനിസിലിയ മാത്രമല്ല, ആസ്പെർഗില്ലസ്, ന്യൂറോസ്പോർ, അങ്ങനെ ഒരുപാട് ഫംഗസുകളുണ്ട്. മിക്ക ഫംഗസുകളിലെയും അസെക്ഷൽ സ്പോറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊനിഡിയ എന്ന് പറയുന്നത്. അത് നോൺ മോട്ടൈൽ എക്സോസ്പോർസ് ആണ്. അതിന് പുസ്തകത്തിൽ നിന്നുള്ള എക്സാമ്പിൾ പെനിസിലിയമാണ്. ഇത് പെനിസിലിയത്തിൻ്റെ പടമാണ്. ഇത് അതിൻ്റെ ഹൈഫയാണ്. ഹൈഫയിൽ നിന്ന് ഇതുപോലെ ധാരാളം ചെയിൻസ് ആയിട്ട് കൊനിഡിയ ഫോം ചെയ്യും. ഇത് പറന്ന് എവിടെയെങ്കിലും ചെന്ന് വീണിട്ട് അവിടെ നിന്ന് പുതിയ ഫംഗസ് ആയിട്ട് രൂപപ്പെടും. അപ്പോൾ മറ്റൊരു സ്പോറാണ് കൊനിഡിയ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ഉണ്ട്, ഫ്രാഗ്മെന്റേഷൻ. സാധാരണ ലോവർ അനിമൽസും ഒക്കെ കാണിക്കുന്ന സാധനമാണ് ഫ്രാഗ്മെന്റേഷൻ. നമ്മൾ പ്ലാനറി ഒക്കെ പഠിക്കുമ്പോൾ റീജനറേഷൻ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ടൈപ്പാണ് ഫ്രാഗ്മെന്റേഷൻ. എന്ന് വെച്ചാൽ if the body is accidentally broken down into different pieces, each piece can grow into a new organism. അതായത് ഈ ജീവിയുടെ ശരീരം പല പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോയാലും ഓരോ കഷ്ണത്തിൽ നിന്നും ഓരോ പുതിയ ജീവി രൂപപ്പെടും. അതിനെയാണ് നമ്മൾ പറയുന്ന പേര് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു ടൈപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അത് കാണിക്കുന്ന ചില ലോവർ ആൽഗകൾ കാണിക്കും ഫ്രാഗ്മെന്റേഷൻ. എക്സാമ്പിൾ ഈ സ്പൈറോഗൈറ സൈഗ്നിമ എന്നൊക്കെ പറയുന്ന ആൽഗകളുണ്ട്. സ്പൈറോഗൈറ സൈഗ്നിമ ഇതൊക്കെ ക്ലോറോഫൈസിയാണ്. ഈ ആൽഗകൾ കാണിക്കാറുണ്ട്. പിന്നെ സയാനോ ബാക്ടീരിയകൾ കാണിക്കാറുണ്ട്, ഫംഗസുകൾ കാണിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം അസെക്ഷൽ റീപ്രൊഡക്ഷനെ നമ്മൾ എന്ത് പറയും? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് ലോവർ ഓർഗാനിസംസ് പ്രധാനമായിട്ടും കാണിക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ്. അപ്പോൾ ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. കാരണം ഇത് മാച്ച് ദ ഫോളോയിങ്ങിലും ഒൺവേർഡിലും ഒക്കെ ചോദിക്കാൻ പറ്റിയ ഭാഗമാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ലോവർ ഓർഗാനിസംസ്.